ഹായ് ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. ഇവിടെ എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മള് ചായയൊക്കെ കുടിച്ച് ഒന്ന് പഠിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലെ? ആടാ, അതെ, നിങ്ങൾ പഠിക്കാൻ റെഡി ആയിട്ടുണ്ട്. മിസ് പഠിപ്പിക്കാനായിട്ട് റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ 5ാം ക്ലാസ്സിലെ വരുന്നൂടാ ചാപ്റ്റർ മിസ് ഇപ്പൊ കാണിക്കാവേ, നോക്കിക്കോ. ചാപ്റ്റർ 10 റെക്ടാംഗിൾ മാത്ത് അഥവാ ചതുരക്കണക്കുകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ മറ്റു ചാപ്റ്റേഴ്സ് പറയുന്ന പോലെ അല്ല, ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ആകെ രണ്ട് കാര്യം മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യത്തെ ഒരു ഭാഗം, ആദ്യത്തെ ഒരു ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, റെഡി ആണല്ലോ? പഠിക്കാലോ? ഓക്കെ, അപ്പൊ നോക്കിക്കോടാ. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു മക്കളെ? റെക്ടാംഗിൾ മാത്ത് അഥവാ ചതുര കണക്കുകൾ എന്നായിരുന്നു ചാപ്റ്ററിന്റെ പേര് അല്ലെ? അപ്പോ ഈ റെക്ടാംഗിൾ എന്താണ്, ചതുരം എന്താണെന്നുള്ളത് അറിയാതെ ഈ ചാപ്റ്ററിലേക്ക് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ മിസ്സിന്റെ മക്കൾക്കൊക്കെ അറിയാം, പക്ഷെ എങ്കിലും കുറച്ചേർക്കെങ്കിലും അറിയാത്തവരുണ്ടാവും അല്ലെ? അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് മിസ് പറഞ്ഞുതരാം എന്താണ് റെക്ടാംഗിൾ, എന്താണ് ചതുരം എന്നുള്ളത് കേട്ടോ. എന്താണ് ഒരു റെക്ടാംഗിൾ എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലെ? ഇവിടെ മിസ് ഫിഗർ കാണിച്ചിട്ടുണ്ട്. എന്താണ്? 4 സൈഡ്, 4 വശമുള്ള ഒരു ഫിഗർ ആണ് എന്തെന്ന് പറയുന്നത് മക്കളെ? നമ്മുടെ റെക്ടാംഗിൾ അഥവാ ചതുരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയതേ ഒരു സൈഡ് 1 2 3 4 അല്ലെ? 4 സൈഡ് ഉണ്ട്. ഇനി ഈ സൈഡ്സിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോടോ. എന്താടാ പ്രത്യേകത? ഇത്രയേ ഉള്ളൂ. റെക്ടാംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയാണ് മക്കളെ? ഈക്വൽ ആണ്. എതിർവശങ്ങൾ തുല്യമാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഈ സൈഡും എന്തായിരിക്കൂടാ? ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. അതുപോലെ നോക്കിക്കോ, ഈ സൈഡും ഈ ഒരു സൈഡും എടുത്തു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എതിരെ കിടക്കുന്ന വശങ്ങളെല്ലാം എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് ആര്? നമ്മുടെ റെക്ടാംഗിൾ അഥവാ ചതുരം എന്ന് പറയുന്നത്. ഇവിടെ 6 സെന്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കാം, ഇവിടെ 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സൈഡ്സ് എങ്ങനെയായിരിക്കും? ഇവിടെ 6 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. സോ ഇവിടെ 6 സെന്റിമീറ്റർ നമുക്ക് കിട്ടും. ഇനി ഇവിടെ 3 ആണെങ്കിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ എന്ത് വരൂടാ? 3 സെന്റിമീറ്റർ എന്ന് വരും. അപ്പൊ ഇതാണ് നമ്മുടെ ചതുരം അഥവാ റെക്ടാംഗിൾ എന്ന് പറയുന്നതിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ആളാടാ വരുന്നു. പിങ്ക് കളറിൽ മിസ് കാണിച്ചിട്ടുണ്ട്. സ്ക്വയർ അഥവാ സമചതുരം. എന്താണ് സ്ക്വയർ എന്ന് പറയുന്നത് മക്കളെ? നമുക്കറിയാം റെക്ടാംഗിൾ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ ആയിട്ടുള്ളത്. പക്ഷെ സ്ക്വയർ അഥവാ സമചതുരം എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, സമം. എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു ചതുരമാണ് സമചതുരം അഥവാ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതായത് എന്താ നോക്കി, ഈ 4 സൈഡ്സും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. 4 സൈഡ്സും എങ്ങനെയാണ്? ഈക്വൽ ആണ്. ഇപ്പൊ ഇവിടെ 3 സെന്റിമീറ്റർ ആണ് എങ്കിൽ എല്ലാ സൈഡ്സും തന്നെയായിരിക്കും 3 തന്നെയായിരിക്കും. എല്ലാ സൈഡും തന്നെയായിരിക്കും 3 തന്നെയായിരിക്കും. ഇതാണ് ഒരു സ്ക്വയർ എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ എന്താണ് സ്ക്വയർ, എന്താണ് റെക്ടാംഗിൾ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോ, നമ്മുടെ കുറെ കൂട്ടുകാര് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? കുറെ റെക്ടാംഗിൾസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അപ്പു എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവരെന്ത് ചെയ്യാടാ? കുറെ റെക്ടാംഗിൾസ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്തിനാ ഈ റെക്ടാംഗിൾസ് ഒക്കെ പിടിച്ച് നിൽക്കുന്നത്? നമുക്ക് നോക്കാം അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കോ, കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. All small squares have sides of 1 centimeter. Can you write the width and height of all the rectangles in the picture? ഇവിടെ എന്താ മക്കളെ പറയുന്നതെന്ന് അറിയോടാ? അതായത് നമ്മുടെ കൂട്ടുകാരെല്ലാവരും റെക്ടാംഗിൾസ് പിടിച്ച് നിൽപ്പുണ്ട്. ഇവർക്ക് അറിയില്ല ഈ റെക്ടാംഗിൾസിന്റെ ഒക്കെ വിഡ്ത്ത് എന്താണ്, ഹൈറ്റ് എന്താണ് എന്നുള്ളത് ഇവർക്ക് അറിയില്ല. അതൊന്ന് നമ്മളോട് കണ്ടുപിടിച്ച് കൊടുക്കോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ കൂട്ടുകാർ നിൽക്കുന്നത്. നമുക്കൊന്ന് കണ്ടുപിടിച്ച് കൊടുക്കാം അല്ലെ? അപ്പൊ എന്താണ് ഈ വിഡ്ത്ത് അഥവാ നീളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈറ്റ് അഥവാ ഉയരം എന്ന് പറയുന്നത്? അതിനൊരു എക്സാമ്പിൾ ആയിട്ട് മിസ് ഇവിടെ ഒരു റെക്ടാംഗിൾ എടുത്തിട്ടുണ്ടടാ, ഒരു ചതുരം എടുത്തിട്ടുണ്ട്. ഇതിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ നീളം നിങ്ങൾ ശരിക്കും ലെങ്ത് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിട്ടാണ് വലിയ ക്ലാസ്സിലേക്ക് പഠിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്കിപ്പോ വിഡ്ത്ത് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. ലെങ്ത്തും ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല, വിഡ്ത്തും ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. രണ്ടും ഒരുപോലെ തന്നെയാണ്. നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഹൈറ്റും വിഡ്ത്തും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് വിഡ്ത്ത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റെക്ടാംഗിൾ എടുത്തിട്ടുണ്ട് മിസ്. അതിന്റെ ഇവിടുത്തെ നീളം കണ്ടോടാ, ഈ നീളം, ഇതിനെയാണ് വിഡ്ത്ത് എന്ന് നമ്മുടെ ചാപ്റ്ററിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗം കണ്ടോ, ഇതിനെയാണ് ഹൈറ്റ് അഥവാ ഉയരം എന്ന് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ.
ഹൈറ്റ് അഥവാ ഉയരം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ രണ്ട് സൈഡ്സ് ഉണ്ട്, വിഡ്ത്തും ഹൈറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാടാ കണ്ടുപിടിക്കുക? നമ്മൾ കണ്ടുപിടിക്കുക? അതിന് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. 1 സെന്റിമീറ്റർ വീതമാണ് ഓരോ സ്ക്വയറുകളുടെയും സൈഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു റെക്ടാങ്കിൾ എടുത്തിട്ടുണ്ട്. ഈ റെക്ടാങ്കിളിന്റെ അകത്തൊക്കെ നോക്കി കുഞ്ഞു 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 എന്ത് കാണാടാ? സ്ക്വയറുകള്, സമചതുരങ്ങൾ നിങ്ങൾക്ക് കാണാം. ഈ സമചതുരങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 1 സെന്റിമീറ്റർ വശങ്ങളുള്ള സമചതുരങ്ങളാണ്. അതായത് ഇവിടെ വണ്ണായിരിക്കും, ഇവിടെ വണ്ണായിരിക്കും, ഇവിടെയും ഇവിടെയൊക്കെ എന്തായിരിക്കും? വണ്ണായിരിക്കും അല്ലെ? സമചതുരം അഥവാ സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത്രയും നമുക്കറിയാം. ഈ ഒരു കാര്യം മാത്രമാണ് നമുക്കറിയാവുന്നത്. അപ്പൊ ഇത് വെച്ച് നമ്മൾ എങ്ങനെ പ്രൊസീഡ് ചെയ്യും നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നോക്കിക്കോടാ, അതെ ഇവിടെ ഒരു സമചതുരം ഉണ്ടല്ലോ. ഇതിന്റെ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1 അല്ലേടാ. ഇവിടെ എന്ത് വരും? 1 വരും. മിസ് കളർ മാറ്റി കാണിക്കാം കേട്ടോ. നോക്കിക്കോ, ദേ ഇവിടെ എത്ര വരൂടാ? 1 വരും. കാരണം എന്തുകൊണ്ടാണ്? ദേ ഇവിടെ മുതൽ ഇവിടെയും വരെ നമ്മുടെ സമചതുരമാണ്, സ്ക്വയർ ആണ്. അതിന്റെ സൈഡ് എത്രയാണ് നമുക്കറിയാം? 1 ആണെന്ന് അറിയാം. അപ്പൊ മിസ് അവിടെ 1 എന്ന് എഴുതി. ഇനി ദേ അടുത്ത ഒരു ഗ്രീൻ കളറിൽ സ്ക്വയർ കിടപ്പുണ്ട്. അതിന്റെയും സൈഡ് എങ്ങനെയാണ്? 1 ആണ്. സോ ഇവിടെ മുതൽ ഇവിടെയും വരെ നമുക്ക് എത്ര കിട്ടി? 1 സെന്റിമീറ്റർ എന്ന് കിട്ടി. അടുത്ത് വീണ്ടും ദേ നമ്മുടെ ഓറഞ്ച് കളറിൽ സ്ക്വയർ വരുന്നുണ്ട്. അതിന്റെയും സൈഡ് എത്രയാണ് മക്കളെ? 1 സെന്റിമീറ്റർ ആണ്. എല്ലാ സ്മോൾ സ്ക്വയേഴ്സിന്റെയും ചെറിയ സമചതുരങ്ങളുടെയും സൈഡ് എന്ന് പറയുന്നത് 1 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ 1 1 1 എന്ന് എഴുതി. അപ്പൊ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ടോട്ടൽ എത്രയായിരിക്കൂടാ? ഈ സ്ക്വയറിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്, ടോട്ടൽ വിഡ്ത്ത് നീളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ഉണ്ട്, 1 ഉണ്ട്, 1 ഉണ്ട് അല്ലെ? എല്ലാം കൂടി കൂട്ടിയാൽ മതി അല്ലെ? എല്ലാം കൂടി കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ? 3 സെന്റിമീറ്റർ എന്ന എന്ത് കിട്ടിയടാ? വിഡ്ത്ത് അഥവാ നീളം കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് എഴുതാലോ, എന്താണ് വിഡ്ത്ത്? എന്താണ് നമുക്ക് കിട്ടിയത്? വിഡ്ത്ത്, നീളം എന്ന് പറയുന്നത് എത്ര കിട്ടി മക്കളെ? 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് വേണോടാ? ഹൈറ്റ് അഥവാ ഉയരം കണ്ടുപിടിക്കണം. വേഗം കണ്ടുപിടിക്കാലോ. ഹൈറ്റ് അഥവാ ഉയരം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? മിസ് പറഞ്ഞു, ഉയരം എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷൻ ആണ് അല്ലെ? ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? നമുക്കറിയാം, ദേ ഇവിടെ മുതൽ ഇവിടെയും വരെയുള്ള ഭാഗം ദേ നമ്മുടെ സ്ക്വയർ ആണ്. ആ സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? 1 ആണ്. വീണ്ടും ദേ ഇവിടെ മുതൽ ഇവിടെയും വരെ ദേ ഗ്രീൻ കളറിൽ സ്ക്വയർ ഉണ്ട്. അതിന്റെയും സൈഡ് എത്രയാടാ? 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ ടോട്ടൽ എത്രയായി? ഇത്രയും ഭാഗം 1, ഇത്രയും ഭാഗം 1. അപ്പൊ ടോട്ടൽ എത്രയാടാ? 1 + 1 ദാറ്റ് ഈസ് 2 സെന്റിമീറ്റർ എന്ന് നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഹൈറ്റ് കിട്ടും. അപ്പൊ ഹൈറ്റ് ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. കണ്ടല്ലോ, നമ്മളിപ്പോ എന്ത് ചെയ്തടാ? ഒരു റെക്ടാങ്കിൾ തന്നിട്ട് അതിന്റെ വിഡ്ത്തും ഹൈറ്റും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു കൂട്ടുകാരെ ഹെൽപ്പ് ചെയ്യാലോ അല്ലെ? നമ്മുടെ ഈ ഒരു കൂട്ടുകാരെ എല്ലാവരെയും നമുക്ക് ഹെൽപ്പ് ചെയ്യാം. എങ്ങനെ? ഇവരുടെ കയ്യിലിരിക്കുന്ന ഓരോരുത്തരുടെയും റെക്ടാങ്കിളിന്റെ എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് വിഡ്ത്തും ഹൈറ്റും കണ്ടുപിടിക്കാം. ഓക്കെ, ഇതേ നോക്കിക്കോളൂ. നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്. ഇതിൽ ഓരോ സ്ക്വയറിന്റെയും സൈഡ് എത്രയാണെന്ന് അറിയാം? 1 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ വേഗം നമുക്ക് വിഡ്ത്തും ഹൈറ്റും കണ്ടുപിടിക്കാം. വിഡ്ത്ത് നീളമാണേ, നീളം. ഓക്കെ, വിഡ്ത്ത് അഥവാ നീളം, ഹൈറ്റ് അഥവാ ഉയരം. വേഗം കണ്ടുപിടിച്ചോടാ. എന്താ വരിക? നോക്കിക്കോ, ദേ ഇവിടെ മുതൽ ഇവിടെയും വരെയും 1, ഇവിടെ മുതൽ ഇവിടെയും വരെയും 1, വീണ്ടും ദേ 1 1 1 1 അല്ലെ? എല്ലാ സ്ക്വയറിന്റെയും സൈഡ് എത്ര വീതം മിസ് എഴുതി? 1 സെന്റിമീറ്റർ വീതം എഴുതി. അപ്പൊ ടോട്ടൽ എത്രയായിരിക്കും ഇവിടെ? ടോട്ടൽ എത്ര വരും? 1 + 1 + 1 + 1 + 1 + 1. എത്ര വണ്ണുകൾ വന്നു ഇവിടെ? 6 വണ്ണുകൾ വന്നു അല്ലെ? 1 2 3 4 5 6 അല്ലെ? 6 വണ്ണുകൾ വന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടിയിടാ? നമ്മുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? നോക്കിക്കോടാ, ഹൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് അല്ലെ? ഇത് എത്രയാണ്? ഇത് ഒരൊറ്റ സ്ക്വയർ ഇവിടെ വന്നിട്ടുള്ളൂ. ആ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1 സെന്റിമീറ്റർ ആണ്. സോ നമ്മുടെ ഹൈറ്റ് അഥവാ ഉയരം എന്ന് പറയുന്നത് എത്ര കിട്ടി? 1 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇതുപോലെ നമുക്ക് അടുത്ത റെക്ടാങ്കിളിനെ കണ്ടുപിടിക്കാലോ. ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം അല്ലെ? ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, അതിന്റെ സൈഡ് 1 ആണ്. ഇവിടെ ദേ ഓറഞ്ച് കളറിലെ സ്ക്വയർ ഉണ്ട്, അതിന്റെയും 1 ആണ്. വീണ്ടും ഗ്രീൻ കളറിലെ ഒരു സ്ക്വയർ വന്നു, അതിന്റെയും സൈഡ് 1 ആണ്. അപ്പൊ ടോട്ടൽ നമ്മുടെ വിഡ്ത്ത് എന്ന് പറയുന്നത്, നീളം എന്ന് പറയുന്നത് എത്രയായി മക്കളെ? 1 + 1 + 1 ദാറ്റ് ഈസ് 3 സെന്റിമീറ്റർ എന്ന്
നമുക്ക് നീളം കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഉയരം അഥവാ ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലെ. ഹൈറ്റ് എന്താ വരിക? അതെ ഇവിടെ ഒരു 1 ഉണ്ട്, വീണ്ടും ഇവിടെ ഒരു സ്ക്വയർ വരുന്നുണ്ട്, അതിന്റെയും 1 വരും അല്ലെ. 1 + 1 ദാറ്റ് ഈസ് 2 സെന്റിമീറ്റർ എന്ന് നമുക്ക് ഹൈറ്റ് കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ റെക്ടാങ്കിൾസിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നീളവും ഉയരവും വിഡ്ത്തും ഹൈറ്റും കണ്ടുപിടിക്കാം അല്ലെ. നോക്കിക്കോ, ഒരെണ്ണം കൂടി മിസ് കാണിച്ചു തരാം. അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആൻസർ എന്താണെന്നുള്ളത്, എന്താണ് വിഡ്ത്ത്, എന്താണ് ഹൈറ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കിയിടാ, ഇവിടെ ഉണ്ട് ഒരു 1 സെന്റിമീറ്റർ, ഇവിടെയും ഉണ്ട് ഒരു 1 സെന്റിമീറ്റർ, ഇവിടെയും ഒരു സ്ക്വയർ ഉണ്ട്, അതിന്റെയും സൈഡ് എത്രയാണ്? 1 സെന്റിമീറ്റർ വീതമാണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര വന്നിടാ വിഡ്ത്ത്? ഇവിടെ മുതൽ ഇവിടെയും വരെ എത്രയാണ് ടോട്ടൽ? 1 + 1 + 1 that is 3 സെന്റിമീറ്റർ. കേട്ടി വീണ്ടും. ഇനി ഇതിന്റെ ഹൈറ്റ് അഥവാ ഉയരം എന്തായിരിക്കും? വേഗം നോക്കിക്കോ, എന്താ വരിക? ഇവിടെ ഒരു 1 സെന്റിമീറ്റർ ഉണ്ട്, ഇവിടെയും ഒരു 1 സെന്റിമീറ്റർ ഉണ്ട്, വീണ്ടും ഒരു 1 സെന്റിമീറ്റർ അല്ലെ. 3 സ്ക്വയറുകളാണ് വന്നിരിക്കുന്നത് അല്ലെ. ഓരോന്നിന്റെയും സൈഡ് 1 1 1 വീതം നമുക്ക് എത്ര വരും? ടോട്ടൽ 3 സെന്റിമീറ്റർ ഹൈറ്റ് കിട്ടി. ഓക്കെ, അപ്പൊ വിഡ്ത്തും ഹൈറ്റും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചല്ലേ. എങ്ങനെയാ നമ്മൾ കണ്ടുപിടിച്ചേ? നമുക്ക് തന്നിട്ടുണ്ട് ഓരോ സ്ക്വയറുകളും 1 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയറുകളാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? വിഡ്ത്തും ഹൈറ്റും കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ ഒരു ലാസ്റ്റ് റെക്ടാങ്കിളിന്റെ വിഡ്ത്തും ഹൈറ്റും എന്നുള്ളത് നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കേടാ. ഓക്കെ, ഇനി നോക്കിക്കോ, നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് പോവാണ്. അപ്പൊ വിഡ്ത്തും ഹൈറ്റും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചല്ലേ. ഇനി റെക്ടാങ്കിളിൽ നമുക്ക് എന്തൊക്കെയോ പഠിക്കാൻ കിടപ്പുണ്ട് അല്ലെ. നമ്മൾ പഠിച്ചിരിക്കുന്ന നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ചതുരക്കണക്ക്, റെക്ടാങ്കിൾ മാത്ത് ആണ്. അപ്പൊ അതിൽ എന്തൊക്കെയോ നമ്മൾ പഠിക്കാനുണ്ട്. അതിൽ പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് മക്കളെ മെഷറിംഗ് ബൗണ്ടറീസ്, അതിരിന്റെ അളവ്. നമുക്ക് നോക്കാല്ലേ എന്താണ് ഈ ബൗണ്ടറി എന്ന് പറയുന്നതൊക്കെ എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലെ. നമ്മൾ വീടിനൊക്കെ വേലിയൊക്കെ കെട്ടാറുണ്ട് അല്ലെ, മതിലൊക്കെ കെട്ടാറുണ്ട്, അതിനെ നമ്മൾ ബൗണ്ടറി എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാടാം. അപ്പൊ അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കഥകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, the children have also pasted colored threads along the edges of each rectangle they have made. Okay, what is the length of the thread required to paste around the first rectangle? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന മക്കളെ? വലിയ കാര്യമൊന്നുമില്ലടാ. നമ്മുടെ കൂട്ടുകാർ കുറെ റെക്ടാങ്കിൾസ് ഒക്കെ പിടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നില്ലേ. അവരെന്ത് ചെയ്തെന്നറിയോ? ഈ റെക്ടാങ്കിൾസിന്റെ സൈഡിലൂടെ എഡ്ജസിലൂടെ എന്ത് കൊണ്ടുവന്നു? ത്രെഡുകൾ. എന്ത് ത്രെഡ്? കളേർഡ് ആയിട്ടുള്ള ത്രെഡ്സ്, നൂലുകൾ കേട്ടോ. ഈ നൂലുകൾ വെച്ച് ഇവർ ഡെക്കറേറ്റ് ചെയ്തു ഈ റെക്ടാങ്കിൾസിനെ. ഓക്കെ, നമ്മളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ, ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മളിങ്ങനെ ഡെക്കറേഷൻ ഒക്കെ പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ കൂട്ടുകാരെ ഡെക്കറേറ്റ് ചെയ്തത് എങ്ങനെയാണെന്നറിയോ? ഈ റെക്ടാങ്കിളിന്റെ ചുറ്റിനും എന്ത് ചെയ്തു മക്കളെ? എന്ത് ചെയ്തു? ത്രെഡ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? എന്തോരം ത്രെഡ് വേണ്ടി വരും ആ റെക്ടാങ്കിളിന്റെ ചുറ്റിനും ഒട്ടിക്കാൻ? എത്രത്തോളം ത്രെഡ്, എത്രത്തോളം നൂല് ആവശ്യമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ ഒരു റെക്ടാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു റെക്ടാങ്കിൾ ആണേ. ഈ റെക്ടാങ്കിൾ നമുക്ക് എന്ത് ചെയ്യണോടാ? നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ കൂട്ടുകാരി എന്ത് ചെയ്യാടാ? ത്രെഡ് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണേ. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. ചുറ്റിനും എന്ത് ചെയ്യാണ്? ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാണേ. ഇത് റെഡ് കളറിൽ മിസ് കാണിക്കുന്നതാണ് നമ്മുടെ ത്രെഡ് കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല ഭംഗിയായില്ലേ? ഇല്ലല്ലേ? കുഴപ്പമില്ലടാ, ഇത്രയും ഭംഗിയൊക്കെ മതി. ഓക്കെ, അപ്പൊ നോക്കിക്കോ മക്കളെ, ഇത് ഇവിടെ ഭംഗിയായിട്ടുണ്ട് ഏകദേശം. ഒക്കെ നമ്മൾ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാണ്. റെഡ് കളറിലെ ത്രെഡാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് എന്തോരം ത്രെഡ് വേണ്ടി വരും? ഈ ചുറ്റിന് ഒട്ടിക്കാനായിട്ട് എത്രത്തോളം ത്രെഡ് വേണ്ടി വരും? നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്കൊന്ന് നോക്കാം അല്ലെ. ഈ ഒരു റെക്ടാങ്കിളിന്റെ വിഡ്ത്തും ഹൈറ്റും എന്താണ് മക്കളെ? നമുക്കറിയാലോ. വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താ? അത് ഇവിടത്തെ നീളം. ഇതല്ലേ നമ്മുടെ വിഡ്ത്ത്. ഈ വിഡ്ത്ത് എത്രയായിരിക്കും? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇവിടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 1 1 1 1 1 1 അല്ലെ. ടോട്ടൽ 6 സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ മക്കളെ? 1 സെന്റിമീറ്റർ ആണ്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതാണ്. അപ്പൊ 1 സെന്റിമീറ്റർ ഹൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ 6 സെന്റിമീറ്റർ വിഡ്ത്തും ഉണ്ട്. ഇത് റെക്ടാങ്കിൾ ആണല്ലോ. നമുക്കറിയാം റെക്ടാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, എതിർവശങ്ങൾ തുല്യമാണ്. നമ്മൾ ആദ്യം പഠിച്ച കാര്യം അല്ലെ. അപ്പൊ ഇവിടെ 6 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് പറയാലോടാ ഇവിടെയും 6 സെന്റിമീറ്റർ ആയിരിക്കും എന്ന് അല്ലേ. കാരണം എന്താണ്? ഓപ്പോസിറ്റ്, എതിരെ വരുന്ന സൈഡ്സ് ഈക്വൽ ആണ് നമുക്കറിയാം. ഇനി ഇവിടെ 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 1 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം എന്താ? അത് ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയടാ. അതെ, ഞാൻ ഇവിടെ നിന്ന്
ഇവിടെ നിന്ന് ദേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണേ. ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണേ. ഇവിടെ നിന്ന് ഞാൻ നൂലെടുത്തു. ദേ ഇവിടെയും വരെ നൂലിന് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവാണേ. നീട്ടിക്കൊണ്ട് പോയപ്പോ എത്രയാണ് ടോട്ടല്? 6 സെന്റിമീറ്റർ ആയി അല്ലെ. 6 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു നൂല് വേണം എനിക്ക് മൊത്തം കവർ ചെയ്യാൻ. കാരണം എന്താ? ഇതിന്റെ ലെങ്ത് 6 സെന്റിമീറ്റർ ആണല്ലോ. ഇനി ദേ ഞാൻ ഇങ്ങോട്ടേക്ക് ആ നൂലിനെ കൊടുക്കാണേ. ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കൂടാ? ഇവിടെ 1 സെന്റിമീറ്റർ വേണം അല്ലെ. 1 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വേണൂടാ? 1 സെന്റിമീറ്റർ നൂല് വേണം ഈ ഒരു ഭാഗം നമുക്ക് ഒട്ടിക്കാനായിട്ട്. ഓക്കെ, ഇനി വീണ്ടും ദേ ഇവിടെ നിന്ന് ഞാൻ തുടങ്ങി ഇങ്ങോട്ടേക്ക് ദേ നൂലിനെടുത്തിക്കാണ്. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെയും വരെ എന്ന് പറയുമ്പോൾ എത്ര വേണ്ടി വരും? 6 സെന്റിമീറ്റർ നീളത്തിലുള്ള നൂല് വേണം. വീണ്ടും നോക്കിയേ, ദേ ഇവിടെയും ഞാൻ ഒട്ടിക്കുന്നു. അപ്പൊ എത്ര വേണം? വീണ്ടും 1 സെന്റിമീറ്റർ വേണം. അപ്പൊ ടോട്ടൽ എത്രത്തോളം നൂല് എനിക്ക് വേണ്ടി വരൂടാ? 6 സെന്റിമീറ്റർ ഇവിടെ വേണം, പിന്നെ 1 സെന്റിമീറ്റർ ഇവിടെ വേണം. ഓക്കെ, 6 സെന്റിമീറ്റർ ദേ മുകളിൽ വേണം, പിന്നെ വീണ്ടും ദേ സൈഡിൽ ഒരു 1 സെന്റിമീറ്റർ കൂടി വേണം. അപ്പൊ ടോട്ടൽ എത്ര വേണം? ടോട്ടൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാത്തിനെയും കൂടി അങ്ങോട്ട് കൂട്ടിയാൽ മതി അല്ലെ. ഇതിന്റെ എല്ലാത്തിന്റെ സമ്മ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്ര നൂല് വേണ്ടി വരും എന്നുള്ളത് കിട്ടും അല്ലെ. അപ്പൊ എത്രയായി? ടോട്ടൽ എത്ര വരൂടാ? 6 + 1 + 6 + 1. 6 + 1 എത്രയാണ് മക്കളെ? നമുക്കറിയാം 7 ആണ്. 7 പ്ലസ് വീണ്ടും ഒരു 6 + 1 എത്ര വന്നു? 7 വന്നു. 7 + 7 = 14 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ടോട്ടൽ 14 സെന്റിമീറ്റർ നീളത്തിലുള്ള നൂല് വേണം ഈ ഒരു റെക്റ്റാങ്കിള് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? മൊത്തത്തില് ചുറ്റും ഒട്ടിക്കാനായിട്ട്. അപ്പൊ മിസ് ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ, എന്താണ്? ചുറ്റും ഒട്ടിക്കാൻ അല്ലെ. റെക്റ്റാങ്കിളിന്റെ ചുറ്റിനും നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ത്രെഡ് ഒട്ടിക്കണം. അപ്പൊ എന്താ അതിന്റെ മീനിങ്? ചുറ്റുമുള്ള അളവാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് അല്ലെ. റെക്റ്റാങ്കിളിന്റെ ചുറ്റുമുള്ള ഒരു അളവ് അല്ലെ, ചതുരത്തിന്റെ ചുറ്റുമുള്ള അളവ്. ആ അളവിനെ നമ്മൾ പറയുന്ന പേരാണ് മക്കളെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ. എന്താണ്? പെരിമീറ്റർ. കണ്ടോ? പെരിമീറ്റർ അഥവാ ചുറ്റളവ്. എന്താണ് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ റെക്റ്റാങ്കിളിന്റെ ചുറ്റുമുള്ള അളവ്. ആ പെരിമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇപ്പോ എങ്ങനെയാ നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിച്ചേ? എന്ത് ചെയ്തു? എല്ലാ സൈഡ്സും കൂടി നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 6 + 1 + 6 + 1 = 14 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. അപ്പൊ ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? എല്ലാ സൈഡ്സും കൂടി എല്ലാ വശങ്ങളും കൂടി കൂട്ടിയാൽ മതി, ആഡ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കൂട്ടുകാരുടെ കയ്യിലുള്ള റെക്റ്റാങ്കിൾസിന്റെ കൂടി ഒരു പെരിമീറ്റർ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം അല്ലെ. നോക്കാം. ദേ വരുന്നു നമ്മുടെ റെക്റ്റാങ്കിൾസ് ഒക്കെ ഇവിടെ നിരന്നിരിപ്പുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം മക്കളെ? പെരിമീറ്റർ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാലോ. വേഗായിക്കോ. ദേ വരുന്നു. ദേ ആദ്യത്തെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. നമ്മളിപ്പോ ചെയ്തത് തന്നെയാണ് കേട്ടോ. നമ്മൾ ചെയ്ത പെരിമീറ്റർ ആണ്. പിന്നെ അടുത്തത് നമുക്ക് നോക്കാം അല്ലെ. അടുത്ത റെക്റ്റാങ്കിൾ ഇവിടെ ഉണ്ട്. റെക്റ്റാങ്കിളിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ മിസ് ഇത് എഴുതാണേ. 3 സെന്റിമീറ്റർ വിഡ്ത്ത്, 2 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. മിസ് ഇവിടെ 2 സെന്റിമീറ്റർ എഴുതി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് റെക്റ്റാങ്കിളിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ അഥവാ ചുറ്റളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് മിസ് പറഞ്ഞു പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം മക്കളെ? ചുറ്റുമുള്ള അളവ് വേണം. എല്ലാ സൈഡ്സും നമുക്ക് ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് 2 സൈഡ്സ് അല്ലേ തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള സൈഡ്സ് കൂടി ഒന്ന് കണ്ടുപിടിക്കണം അല്ലെ. അതെങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് അറിയാടാ. എന്താണ്? റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ആയിരിക്കും. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 ആയിരിക്കും അല്ലെ. എതിർവശങ്ങൾ തുല്യമാണ്. അപ്പൊ നമുക്ക് എല്ലാ സൈഡ്സും കിട്ടിയില്ലേ. ഇനി നമുക്ക് എങ്ങനെ പെരിമീറ്റർ കണ്ടുപിടിക്കാം? ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വരും? 3 + 2 എന്ത് വരും? വീണ്ടും 3 ഉണ്ട്, പ്ലസ് വീണ്ടും ഒരു 2 ഉണ്ട്. എല്ലാ സൈഡ്സും നമ്മൾ കൂട്ടി. അപ്പൊ എത്ര വന്നു? 3 + 2 എന്ന് പറയുന്നത് 5 ആണ്. 5 + 5 നമുക്ക് കിട്ടും അല്ലെ. ദാറ്റ്സ് = 10 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. എന്ത് കിട്ടും? 10 സെന്റിമീറ്റർ എന്ന നമ്മുടെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് നമ്മൾ കണ്ടുപിടിച്ചു. സിമ്പിൾ അല്ലേടാ. നമ്മൾ എന്ത് ചെയ്തു? എല്ലാ സൈഡ്സും അങ്ങോട്ട് കൂട്ടി, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരെണ്ണം കൂടി നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഈ ഒരു റെക്റ്റാങ്കിളിന്റെ വിഡ്ത്ത് 3 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ ഇവിടെ എന്ത് വരും? 3 സെന്റിമീറ്റർ വരും. അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നതും 3 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെയും 3 വരും, മുകളിലും 3 തന്നെ വരും. ഓക്കെ, അപ്പൊ എല്ലാ സൈഡ്സും നമുക്ക് എത്ര വീതം കിട്ടി മക്കളെ? 3 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് കിട്ടി. നോക്കാലോ. 3 സെന്റിമീറ്റർ വീതമാണ് എല്ലാ സൈഡ്സും എന്ന് നമുക്ക് കിട്ടി.
ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എങ്ങനെയാ കണ്ടുപിടിക്കുക? എല്ലാ സൈഡ്സും കൂടി നമ്മൾ കൂട്ടും. എല്ലാ സൈഡ്സും കൂടി ഒന്ന് കൂട്ടി നോക്കി. 3 + 3 + 3 + 3 നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ എന്താ വരിക? 3 + 3 + 3 + 3 എന്ത് വരൂടാ? 12 അല്ലെ. 12 സെന്റിമീറ്റർ എന്ന് നമുക്ക് പെരിമീറ്റർ കിട്ടി. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താ? പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്ത മക്കളെ? എല്ലാം കൂടി ആഡ് ചെയ്യാൻ പോയി. ഇങ്ങനെ എല്ലാ സൈഡും കൂടി ആഡ് ചെയ്യണതിന് പകരം നമുക്ക് മറ്റൊരു മെത്തേഡിലൂടെ ഈ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് നമുക്ക് നോക്കാം. നോക്കാടാ, അതേ നോക്കിക്കോ. ഇവിടെ മിസ് ഒരു റെക്ടാങ്കിൾ എടുത്തിട്ടുണ്ട്, കാണാലോ. ഒരു പിങ്ക് കളർ അല്ലെ, ഒരു റോസ് കളറിലെ ഒരു റെക്ടാങ്കിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ റെക്ടാങ്കിളിന്റെ സൈഡ്സ് മിസ് എടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. 6 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും ആണ് സൈഡ്സ്. വിഡ്ത്ത് 6ഉം ഹൈറ്റ് 2 ആയിട്ടാണ് മിസ് എടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ? ഇതിന്റെ പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ പെരിമീറ്റർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പെരിമീറ്റർ അഥവാ ചുറ്റളവ് നമുക്ക് കണ്ടുപിടിക്കാലോടാ. നോക്കിക്കോ, നിങ്ങൾ ഇപ്പൊ ചെയ്ത പോലെ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നേ? എല്ലാ സൈഡ്സും കൂടി കൂട്ടും അല്ലെ. അപ്പൊ എല്ലാ സൈഡ്സ് എന്ന് പറയുന്നത് എങ്ങനെയാടാ? ഇവിടെ 2 ആണെങ്കിൽ ഈ സൈഡ് 2 ആയിരിക്കും. ഇനി ഇവിടെ 6 ആണെങ്കിൽ ഇവിടെയും 6 ആയിരിക്കും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അത് മിസ് അങ്ങോട്ട് എഴുതി. ഓക്കെ, ചുറ്റളവ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നേ? എല്ലാം കൂടി ആഡ് ചെയ്യും അല്ലെ. എല്ലാ സൈഡ്സും കൂടി കൂട്ടും. അപ്പൊ കൂട്ടിക്കോ. അതെ, 6 2. അപ്പൊ ഞാൻ എന്ത് എഴുതി? 6 + 2 എന്ന് എഴുതി. ഇനി വീണ്ടും ഇവിടെ ഒരു 6 ഉണ്ട്, വീണ്ടും ഒരു 2 ഉണ്ട്. അപ്പൊ വീണ്ടും 6 + 2 എന്ന് എഴുതി. അപ്പൊ ഇവിടെ നോക്കിയടാ, ഇവിടെ കാണാലോ. നമുക്ക് എന്താ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഇവിടെ 6 + 2വിനെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നേ? 2 പ്രാവശ്യം കൂട്ടിയൊക്കെയല്ലടാ ചെയ്യുന്നേ. എന്താ ചെയ്തിരിക്കുന്നേ? 6 + 2 എന്ന് പറയുന്ന ആളെ 2 തവണ ഞാൻ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അതല്ലേ ഇവിടെ ചെയ്തിരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ എനിക്കിതിന് ഇങ്ങനെ എഴുതിക്കൂടെ? 2 × 6 + 2 ഇങ്ങനെ എഴുതിക്കൂടെടാ. എന്തുകൊണ്ടാണ്? 6 + 2ന് ഞാൻ 2 പ്രാവശ്യം കൂട്ടിയേക്കാണ്. അപ്പൊ അതിന് പകരം എനിക്ക് അതിനെ എങ്ങനെ എഴുതാം? 2 × 6 + 2 എന്ന് എഴുതാം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളിപ്പോ 3 + 3 ഇതിനെ നിങ്ങൾ എങ്ങനെ എഴുതാം? 3 + 3 എന്ന് പറയുന്നതിന് നമുക്ക് 3നെ 2 പ്രാവശ്യം നമ്മൾ കൂട്ടിയേക്കാണ് അല്ലെ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 എന്ന് എഴുതാലോ. എഴുതിക്കൂടെ? നിങ്ങൾ നോക്കിക്കോ. 3 + 3 എന്ന് പറയുന്നത് നമുക്കറിയാം 6 ആണ്. 2 × 3 എന്ന് പറയുന്നത് 6 തന്നെയല്ലേടാ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 3 + 3 എന്ന് പറയുന്നതിന് 2 പ്രാവശ്യം 3നെ കൂട്ടുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 എന്ന് എഴുതാം. അതുപോലെ തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നേ. 6 + 2ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 തവണ കൂട്ടുന്നു. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 6 + 2 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി ഈ 6 2 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കി. നമ്മുടെ റെക്ടാങ്കിളിന്റെ വിഡ്ത്തും ഹൈറ്റുമാണ് അല്ലെ. വിഡ്ത്തും ഹൈറ്റും ആണ്. റെക്ടാങ്കിളിന്റെ 2 സൈഡ്സ് ആണ് 6ഉം 2ഉം. അപ്പൊ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? റെക്ടാങ്കിളിന്റെ 2 സൈഡ്സിനെ കൂട്ടുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് ഗുണിക്കുന്നു. അതല്ലേ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന കാര്യം. എന്താണ്? റെക്ടാങ്കിളിന്റെ 2 സൈഡ്സിനെ നമ്മൾ എന്ത് ചെയ്തടാ? കൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? 2 കൊണ്ട് ഗുണിച്ചു. അപ്പോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? പെരിമീറ്റർ അഥവാ ചുറ്റളവിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ചുറ്റളവിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തടാ? പുതിയൊരു മെത്തേഡ് പഠിച്ചു. എന്ത് ചെയ്താൽ മതി? എല്ലാ സൈഡ്സും കൂട്ടാനൊന്നും പോകണ്ട, വെറുതെ സമയമൊന്നും കളയണ്ട. പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 സൈഡ്സ് കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 × 6 + 2 8 ആണ്. 2 × 8 എത്ര വരൂടാ? 16 എന്ന് നമുക്ക് കിട്ടും. സോ 16 സെന്റിമീറ്റർ ആണ് ഇവിടെ എടുത്തിരിക്കുന്ന ഈ പിങ്ക് കളറിലെ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ, ചുറ്റുമുള്ള അളവ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ പെരിമീറ്റർ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പുതിയൊരു മെത്തേഡ് പഠിച്ചു. പിന്നെ നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിൽ വേണം ചെയ്യാൻ കേട്ടോ. നമ്മൾ ആദ്യം പഠിച്ച മൊത്തത്തിൽ ആഡ് ചെയ്യാനുള്ള പരിപാടിക്ക് പോകണ്ട. പകരം എന്ത് ചെയ്താൽ മതി? 2 സൈഡ്സ് കൂട്ടുന്നു, 2 കൊണ്ട് ഗുണിക്കുന്നു. അത് നമ്മൾ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മെത്തേഡ് വെച്ചിട്ട്, നമ്മൾ ഇപ്പൊ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാം. ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ റെക്ടാങ്കിൾസ് ഒക്കെ. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പെരിമീറ്റർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വിഡ്ത്താണേ. ഇതെന്താണ്? വിഡ്ത്ത് അഥവാ നീളമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താണെന്ന് അറിയോ? ഇത് നമുക്ക് ഹൈറ്റ് ആണേ. ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. ഹൈറ്റ് അഥവാ ഉയരമാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. ഉയരം. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ അഥവാ ചുറ്റളവിനെയാണ് നമുക്ക് ഇവിടെ വേണ്ടത് കേട്ടോ. ചുറ്റളവ്. ഓക്കെ, നമ്മുടെ തൊട്ടു മുന്നേ ഉള്ള പേജിൽ അത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. തന്നിരിക്കുന്ന വിഡ്ത്ത് ആണ്, ഹൈറ്റ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന എന്താ? പെരിമീറ്റർ അഥവാ ചുറ്റളവിന്റെ ആ ഒരു ടേബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാലോ. എല്ലാത്തിന്റെയും നമുക്ക് കണ്ടുപിടിക്കാലോ. ഫസ്റ്റ് റെക്ടാങ്കിൾ നോക്കാം അല്ലെ.
ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് നീളം എന്ന് പറയുന്നത് 9 ആണെന്ന് തന്നിട്ടുണ്ട്. ഉയരം ഹൈറ്റ് എന്ന് പറയുന്നത് 1 ആണെന്ന് തന്നിട്ടുണ്ട്. 9ഉം 1ഉം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് വേണം മക്കളെ? പെരിമീറ്റർ അഥവാ ചുറ്റളവ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇപ്പൊ പറഞ്ഞ പോലെ അല്ലെ, എന്ത് ചെയ്യും? വിഡ്ത്തും ഹൈറ്റും കൂടി കൂട്ടുന്നു, 2 കൊണ്ട് ഗുണിക്കുന്നു. അതല്ലേ നമ്മൾ ചെയ്തത്? നോക്കാം നമുക്ക്. അപ്പൊ വിഡ്ത്തും ഹൈറ്റും കൂടി വേഗം ഒന്ന് കൂട്ടിയടാ. എന്ത് വരും? 9ഉം 1ഉം കൂടി നമ്മൾ കൂട്ടുന്നു. നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കൂട്ടി വെച്ചാൽ മതിയോ? ഇല്ല, നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. 2 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ എന്ന നമുക്ക് എന്ത് കിട്ടി? ചുറ്റളവ് അഥവാ പെരിമീറ്റർ കിട്ടി. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? നമ്മുടെ വിഡ്ത്തും ഹൈറ്റും കൂടി കൂട്ടി 2 കൊണ്ട് നമ്മൾ ഗുണിച്ചു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ വേഗം അടുത്ത നമുക്ക് ചെയ്യാലാടാ. അടുത്ത എന്താ വരിക? 4ഉം 3ഉം ആണേ. വിഡ്ത്ത് 4ഉം ഹൈറ്റ് 3ഉം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഇത് 2ഉം കൂടി കൂട്ടണം. അപ്പൊ വിഡ്ത്തും ഹൈറ്റും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്താ വരിക മക്കളെ? 4ഉം 3ഉം എത്ര വരൂടാ കൂട്ടുമ്പോ? 7 എന്ന് നമുക്ക് കിട്ടും അല്ലെ? ഇനി എന്ത് ചെയ്യണം? കൂട്ടി വെച്ചാൽ മതിയോ? അല്ല, നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 7 എത്ര വരും മക്കളെ? 14 സെന്റിമീറ്റർ എന്ന് നമുക്ക് എന്ത് കിട്ടിയിടാ? നമ്മുടെ ഈ ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റുമുള്ള അളവ്, ചുറ്റളവ് നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേഗം നമുക്ക് അടുത്ത റെക്ടാങ്കിളിനെ കണ്ടുപിടിക്കാലോ. എന്താ വരിക? അടുത്ത റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ടോട്ടൽ എത്രയായി? 6 + 2 എത്ര വന്നൂടാ? 8 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, എന്താണ്? സൈഡ്സിന്റെ സം എന്ന് പറയുന്നത്, തുക എന്ന് പറയുന്നത് നമുക്ക് 8 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? അതിന് 2 കൊണ്ട് ഗുണിക്കണം. 2 × 8 എത്ര വരും മക്കളെ? 16 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പൊ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാൻ. വെറുതെ എല്ലാ സൈഡും കണ്ടുപിടിക്കാനും എല്ലാ സൈഡും കൂട്ടാനും ഒന്നും പോവണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ലാസ്റ്റ് റെക്ടാങ്കിൾ ആണ്. ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാടാ? നോക്കിക്കോ, 12 ആണ് നീളം അല്ലെ? ഹൈറ്റ് എന്ന് പറയുന്നത് എന്താടാ? 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 കൂടി അങ്ങോട്ട് കൂട്ടാം അല്ലെ? 12 + 1 എത്ര വരും മക്കളെ? 13 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 2 കൊണ്ട് ഗുണിക്കണം. 2 × 13 എത്ര വരും മക്കളെ? ഒന്ന് ഗുണിച്ചു നോക്കിയടാ. നമുക്ക് എത്ര കിട്ടും? 6 26 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും ഇല്ലേ? 26 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഭംഗിയായിട്ട് ഒരു ബോക്സിലൊക്കെ ഇട്ട് വെച്ചേക്കുന്നതാണ്. നോക്കാം. The perimeter of a rectangle is twice the sum of its side. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാടാ. എന്ത് ചെയ്താൽ മതി? 2 സൈഡ്സിന്റെയും സം എടുക്കുന്നു, 2 സൈഡിന്റെയും തുക എടുക്കുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ ഇരട്ടി എടുക്കുന്നു, ട്വൈസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? 2 കൊണ്ട് ഗുണിക്കുക. അത് തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മിസ് പറഞ്ഞ പോലെ ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതിടാ? 2 സൈഡ്സ് കൂട്ടുന്നു, 2 കൊണ്ട് ഗുണിക്കുന്നു. ആ കാര്യത്തിന് തന്നെ ഒന്ന് ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഇത് കേട്ടോ. നിങ്ങൾ ഇത് കാണാതെ പഠിക്കാനൊന്നും പോകണ്ട. ഓക്കെ, അപ്പൊ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചു. നമ്മുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം ഈ ഒരു കാര്യമാണ്. എന്താണ് ചുറ്റളവ്, എന്താണ് പെരിമീറ്റർ എന്നുള്ളത്. ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ ആണല്ലോടാ? ആണെങ്കിൽ വരുന്നു നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ചുറ്റളവ് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള കുറച്ച് ഒരു എത്രയുണ്ട്? ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ തന്നിരിക്കുന്ന എന്താണ് നോക്കിയടാ? വശങ്ങളുടെ നീളം. ഓക്കെ, നമ്മുടെ റെക്ടാങ്കിളിന്റെ സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വേഗം ചുറ്റളവ് കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ അല്ലെ? നോക്കിക്കോ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് 6 എന്നും 3 എന്നും. ആദ്യത്തെ ആയതുകൊണ്ട് മിസ് വേണമെങ്കിൽ ഒരു ഫിഗർ ഒക്കെ വരച്ച് കാണിക്കാം. റെക്ടാങ്കിൾ ഉണ്ട്, ഒരു റെക്ടാങ്കിൾ വരുന്നു. റെക്ടാങ്കിളിന്റെ സൈഡ്സ് എത്ര തന്നിട്ടുണ്ട് മക്കളെ? 6 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ കേട്ടോ. 6 ഉണ്ട് 3 ഉണ്ട് കേട്ടോ. 6 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും ആണ് നമ്മുടെ സൈഡ്സ് എന്ന് പറയുന്നത്. മിസ് ഇവിടെ എഴുതി. നമുക്ക് എന്ത് വേണം? പെരിമീറ്റർ വേണം. പെരിമീറ്റർ അഥവാ ചുറ്റളവ് വേഗം കണ്ടുപിടിക്കുക കേട്ടോ എല്ലാവരും.
പെരിമീറ്റർ അഥവാ ചുറ്റളവ്. എന്താണ് വരിക? എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡ്സ് കൂട്ടുക, 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു സൈഡ്സ് കൂട്ടുക. സൈഡ് ഏതൊക്കെയാണ്? 6ഉം 3ഉം. ഓക്കെ, 6ഉം 3ഉം ഞാൻ കൂട്ടി. 2 ഇൻറ്റു 6 പ്ലസ് 3. രണ്ട് സൈഡ്സ് കൂട്ടുന്നു, 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 6 പ്ലസ് 3 എത്ര വരും? 9 വരും. 2 ഇൻറ്റു 9 എത്രയാണ് മക്കളെ? 18 സെന്റിമീറ്റർ എന്ന് നമുക്ക് നമ്മുടെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കിട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമുക്ക് ഈ ചുറ്റളവിന്റെ അല്ലെങ്കിൽ പെരിമീറ്ററിന്റെ യൂണിറ്റ് എഴുതില്ലേടാ? ഇവിടെ നമ്മൾ സെന്റിമീറ്റർ എന്നാണ് എഴുതിയത്. അത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് തന്നിരിക്കുന്ന വിഡ്ത്തും ഹൈറ്റും സെന്റിമീറ്ററിൽ ആയതുകൊണ്ടാണ് നമ്മൾ എന്തെഴുതിയത്? ഇവിടെ സെന്റിമീറ്റർ എന്ന് എഴുതിയ കേട്ടോ. ഇനി സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന വിഡ്ത്തും ഹൈറ്റും മീറ്ററിലാണ് എങ്കിൽ നമ്മൾ എന്തെഴുതണമെന്നറിയോ? പെരിമീറ്ററിന്റെ അവിടെ മീറ്റർ എന്ന് എഴുതണം. ഓക്കെ ആണല്ലോ പറഞ്ഞ കാര്യം? ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. മീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ, വിഡ്ത്തും ഹൈറ്റും ഉയരവും നീളവും മീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്തെഴുതണം? പെരിമീറ്ററിന്റെ യൂണിറ്റ് ആയിട്ട് മീറ്റർ എഴുതണം. അല്ല എങ്കിൽ നമ്മൾ എന്തെഴുതണം? സെന്റിമീറ്റർ എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാ 13 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും. 13ഉം 7ഉം ആണ്, സെന്റിമീറ്ററിലാണ് നമുക്ക് വിഡ്ത്തും ഹൈറ്റും തന്നിരിക്കുന്നത്, സൈഡ്സ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം കണ്ടുപിടിക്കാമല്ലോ നമ്മുടെ പെരിമീറ്റർ. വേഗം കണ്ടുപിടിച്ചോ. എന്താ വരിക? നമ്മൾ എന്ത് ചെയ്യണം? പെരിമീറ്റർ അഥവാ ചുറ്റളവ് ഇസ് ഈക്വൽ ടു എന്താ വരിക? രണ്ട് സൈഡും കൂടി നമ്മൾ കൂട്ടണം. രണ്ട് സൈഡ് ഏതൊക്കെയാണ് നമ്മുടെ? 13ഉം 7ഉമാണേ. രണ്ട് സൈഡ്സ് ഞാൻ കൂട്ടി, എന്നിട്ട് എന്ത് ചെയ്യുക? 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്ത് കിട്ടും? 2 ഇൻറ്റു 13 പ്ലസ് 7 എത്ര വരിക? 20 എന്ന് നമുക്ക് കിട്ടും അല്ലെ? 2 ഇൻറ്റു 20 ദാറ്റ് ഇസ് ഈക്വൽ ടു 40 സെന്റിമീറ്റർ എന്ന് നമ്മുടെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് നമുക്ക് കിട്ടി. 2 സ്റ്റെപ്പ് കൊണ്ട് നമ്മുടെ ആൻസർ ആയി. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. പെരിമീറ്ററിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം തന്നെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം അല്ലെ? 6 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും. സൈഡ്സ് എങ്ങനെയാണ്? 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ എല്ലാം ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണ്. അപ്പൊ എന്താ വരിക? പെരിമീറ്റർ ഇവിടെ തന്നെ മിസ് കാണിക്കാം കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. മൂന്നാമത്തെ നമുക്ക് ചെയ്യാം. പെരിമീറ്റർ അഥവാ ചുറ്റളവ്. വേഗം കണ്ടുപിടിക്കുക. എന്താ വരിക നമുക്ക്? എന്ത് വരും? 2 ഇൻറ്റു സൈഡ്സ് കൂട്ടണം. സൈഡ്സ് എത്രയാണ്? 6 ആയിരുന്നു. ഓക്കെ, 2 ഇൻറ്റു 12 എന്ന് നമുക്ക് കിട്ടും. 2നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വേഗം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയടാ. എന്തായിരിക്കും വരിക? 12 ഇൻറ്റു 2 നമുക്കറിയാം 24 അല്ലെ? 24 നമുക്ക് കിട്ടും. രണ്ടും സെന്റിമീറ്ററിലായതുകൊണ്ട് നമുക്ക് യൂണിറ്റ് എന്ത് കൊടുക്കാം? സെന്റിമീറ്ററിന് കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ടാ. അടുത്ത ക്വസ്റ്റ്യനിലെ പ്രത്യേകത എന്താണെന്ന് നോക്കി. 25 മീറ്ററും 15 മീറ്ററും ആണേ. സെന്റിമീറ്റർ അല്ല മക്കളെ, മീറ്റർ ആണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഫൈനൽ ആൻസറിൽ കൊണ്ടുപോയിട്ട് സെന്റിമീറ്റർ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന യൂണിറ്റ് ശരിക്കും ഒന്ന് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്ക് 25 മീറ്ററും 15 മീറ്ററും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം അല്ലെ? പെരിമീറ്റർ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. നാലാമത്തെ പെരിമീറ്റർ അഥവാ ചുറ്റളവ്. വേഗം എല്ലാവരും കണ്ടുപിടിക്കുക. ചുറ്റളവ് എന്താ വരിക? എന്താണ് വരിക? 2 കൊണ്ട് ഗുണിക്കണം. എന്തിനെ 2 കൊണ്ട് ഗുണിക്കണം? സൈഡ്സിനെ 2 കൊണ്ട് ഗുണിക്കണം. സൈഡ് ഏതൊക്കെയായിരുന്നു മക്കളെ? ഇത് വേഗം നോക്കിക്കൂ. എന്താണ്? 25ഉം 15ഉം. വേഗം നമുക്ക് ചെയ്യാം. 25 പ്ലസ് 15. വേഗം കണ്ടുപിടിച്ച് എന്താണ് 25 പ്ലസ് 15? വേഗം ആവട്ടെ. എന്ത് വരും? കൂട്ടി നോക്കട്ടെ. എല്ലാവരും കൂട്ടി നോക്കുക. 25ഉം 15ഉം കൂടി ഞാൻ കൂട്ടി. എത്ര വരും നമുക്ക്? 40 എന്ന് നമുക്ക് കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ടേ? 2 ഇൻറ്റു 40 ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ? 25ഉം 15ഉം കൂട്ടിയപ്പോ നമുക്ക് എത്ര കിട്ടിയടാ? 40 കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 2 കൊണ്ട് ഗുണിക്കണം. ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 4 നമുക്കറിയാം 8 ആണെന്ന് അല്ലെ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 0നെ കൂടി കൊടുത്താൽ മതി അല്ലെ? വെറുതെ 40 കൊണ്ട് ഗുണിക്കാനൊന്നും പോകണ്ട. പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? 2നെ 4 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 0 അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് യൂണിറ്റ്? സെന്റിമീറ്റർ ആണോ? അല്ല അല്ലെ? നമുക്ക് എന്താ യൂണിറ്റ് വരേണ്ടത്? മീറ്റർ ആണ്. കാരണം എന്താണ് മക്കളെ?
തന്നിരിക്കുന്ന വിഡ്ത്തും ഹൈറ്റും മീറ്ററിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? പെരിമീറ്ററിന്റെ യൂണിറ്റും മീറ്റർ എന്ന് കൊടുക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ദേ വരുന്നു നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് വൺ ട്ടോ. ലാസ്റ്റ് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണേ. 34 മീറ്ററും 16 മീറ്ററും ആണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. 34 മീറ്ററും 16 മീറ്ററും പെരിമീറ്റർ ആണേ. 34ഉം 16ഉം കേട്ടോ. പെരിമീറ്റർ കണ്ടുപിടിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ എല്ലാ സൈഡ്സും കൂടി അങ്ങോട്ട് കൂട്ടിക്കോ. എന്ത് വരും? 34 പ്ലസ് 16 ചെയ്യാം, എന്നിട്ട് 2 കൊണ്ട് ഗുണിക്കുക. അത് തന്നെയല്ലേ നമ്മുടെ സൈഡ്സ്? ഒന്നുകൂടി നോക്കിക്കോ. 34ഉം 16ഉം. ഓക്കെ, വരുന്നു. എവിടെ നമ്മുടെ 2 × 34 പ്ലസ് 16 നമുക്ക് കിട്ടൂല. എന്തുകൊണ്ടാണ്? എന്താ കിട്ടുക? എന്തൊക്കെയാ കിട്ടുക? എന്ത് വരും? 34 പ്ലസ് 16 എന്ത് വരും? ചെയ്തു നോക്കിയോ? കിട്ടാത്തവരൊന്ന് ചെയ്തു നോക്കാം കേട്ടാടാ. 34നെ 16 കൊണ്ട് ഒന്ന് കൂട്ടി നോക്കാം. അപ്പൊ 4ഉം 6ഉം 0 അല്ലെ, 10 ആണ്. നമുക്ക് 0 കൊടുക്കാം. 3 + 1 4 4 + 1 എത്ര വരും മക്കളെ? 5 വരും. ഇപ്പൊ എന്താ വരിക? 2 × 50 എന്ന് നമുക്ക് കിട്ടും. 2 × 50 എന്താ? 2 × 5 നമുക്കറിയാം 10 ആണ്. നമ്മൾ എന്ത് ചെയ്തു? ഒരു 0 കൂടി അവിടെ ഉണ്ട്, അതിനങ്ങോട്ട് കൊടുത്തു. പിന്നെ നമുക്ക് എന്താ എഴുതണ്ടേ? മീറ്റർ എന്നാണ് നമ്മുടെ യൂണിറ്റ് വരാ. കാരണം എന്താ? നമുക്ക് തന്നിരിക്കുന്ന അളവുകളൊക്കെ മീറ്ററിലാണ്. അപ്പൊ നമുക്ക് പെരിമീറ്റർ അഥവാ നമ്മുടെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്ത് കിട്ടി മക്കളെ? 100 മീറ്റർ എന്ന് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേടാ? എളുപ്പമല്ലേ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട്? അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് എല്ലാ സൈഡ്സും കൂട്ടാൻ ഒന്നും നിൽക്കണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? നമ്മൾ പഠിച്ച ഇക്വേഷൻ അല്ലെ? ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ച ഇക്വേഷൻ? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതിടാ? 2 × വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് ചെയ്താൽ മതി അല്ലെ? നമ്മൾ എന്ത് ചെയ്യണേ? നമ്മുടെ വിഡ്ത്തും ഹൈറ്റും കൂടി കൂട്ടുന്നു, 2 കൊണ്ട് ഗുണിക്കുന്നു. ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും മക്കളെ? നമ്മുടെ ചുറ്റളവ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഇതുപോലെ തന്നെ ഇനി അടുത്തത് നമുക്ക് ഏരിയ എന്താണ് എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അല്ലെ? അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കുക. നമ്മൾ ആകെ പഠിച്ചത് എന്താണ്? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാനാണ്. കുറേ അധികം പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തു. ഇനിയും കുറെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതൊക്കെ ശരിക്കും വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കാട്ടാടാ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ അടുത്ത ക്ലാസ് കാണാനായിട്ട് വരുമ്പോഴേക്കും ഈ പെരിമീറ്റർ എന്ന് പറഞ്ഞ സംഭവം അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.